ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. മോർണിംഗ് റൊട്ടീനല്ല കേട്ടോ, മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള വിശേഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻ്റ് ആക്കാനും തീരെ മറക്കരുത്. അപ്പോൾ എന്തായാലും ചായക്കുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം എന്താണെന്നറിയില്ല, കുറേ ദിവസമല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊരു മോഹം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അരിയൊക്കെ വെള്ളത്തിലിട്ടുങ്ങാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊങ്ങി വരുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. എന്നാലും എൻ്റെ സംശയത്തെ അതിക്രമിച്ചുകൊണ്ട് ഇന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഒരു സന്തോഷം. അത് പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയിരുന്നു. ഇനിയിപ്പോൾ അതവിടെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെണ്ണൂറ് കോരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് തീ കത്തിക്കണ്ടേ. അപ്പോൾ തീയെ കത്തിച്ചിട്ട് ചോറ് വെക്കുക എന്നിട്ട്. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ലഞ്ചൊന്നും കൊടുത്തു വിടണ്ട കേട്ടോ. ഈ വാക്ക് എന്താ പറയുക, ഇന്ന് എൻ്റെ സ്കൂളിൽ പരിപാടിയാണ്, ആൾക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പോവും വേണം. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് പണികൾ എടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇന്ന് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് മറ്റേ സുരാജ് പറഞ്ഞമാതിരി ഇത് ഇങ്ങനെ നല്ലടാ നമുക്ക് പോകണ്ടേന്ന് അറിയില്ല എന്നാൽ മാതിരിയായിരുന്നു കേട്ടോ. മെഴുകുതിരിയുടെ കാര്യം എത്ര ഒറ്റിച്ചിട്ട് അവിടെ ഒട്ടിച്ചാൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഫൈനലി അതവിടെ ഒട്ടി നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മുറ്റത്തെ നമ്മുടെ എന്താ പറയുക, ചപ്പുണ്ടാവുമല്ലോ, റബ്ബറിൻ്റെ ഇല, അതും കുറച്ച് കൊണ്ടുവന്നിടും കേട്ടോ. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് കത്തി കിട്ടിക്കോളും. എന്നിട്ട് പിന്നെ അതിൽ വിറകും കൊള്ളിയും ഒക്കെ വെച്ചിങ്ങാണ്ട് അങ്ങ് കത്തിച്ചെടുക്കാറാണ്. നമുക്ക് തെങ്ങില്ലാത്തതുകൊണ്ട് ഓലക്കൊടി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വിറക് അത്യാവശ്യം എന്താ പറയുക, പേപ്പറോ അല്ലെങ്കിൽ ഇതേപോലെ കരിയിലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തീ കത്തിച്ചെടുക്കാറ്. അങ്ങനെ ചോറിനുള്ള വെള്ളം നമ്മൾ നൈശ്വര്യമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ മൺകലത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അരി അവിടെ കഴുകിങ്ങാണ്ട് വെക്കുകയാണ്. ഇത്ര സ്പീഡിലൊക്കെ അരിയാകുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ സ്പീഡ് കൂട്ടി കൊടുത്തതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായാലും എടുത്തിട്ട് ചട്ടിയിൽ നിന്ന് കിട്ടുമോ എന്ന് പോലും അറിയൂല. അപ്പോൾ എന്തായാലും ഇനി ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഗ്യാസ് കത്തിക്കുന്ന ആ ഒരു ലൈറ്ററാണ് കേട്ടോ. അയാനെക്കുട്ടി കണ്ണ് തെറ്റി അത് എടുത്തുകൊണ്ട് പോകും കേട്ടോ. എനിക്കത് തിരഞ്ഞ് ഞാൻ മടുക്കും. അവസാനം അതാ ഗ്യാസ് കത്തിക്കണ ലൈറ്റർ കിട്ടിയിട്ടില്ല, മറ്റേ ലൈറ്ററാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ട് എന്തായാലും ഗ്യാസ് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ രാവിലെ ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ, അത് നിർബന്ധമാണെന്ന് പറഞ്ഞില്ലേ, അതാണ് കുടിച്ചാലുള്ളൂ കേട്ടോ. എന്തൊക്കെയോ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുള്ളൂ എന്നറിയില്ല. ഇനിയിപ്പോൾ അതാ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നു കേട്ടോ. ബ്രെഡും കട്ടനും അതെൻ്റെ ഒരു വികാരമാണ് കേട്ടോ. അല്ലെങ്കിൽ കാപ്പി. ഇതെനിക്ക് ഇഷ്ടമായിട്ട് തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ, ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും വിശപ്പല്ലേക്കാരം. ഇനി വിശപ്പില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഏത് നേരവും ഫുഡ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. രാത്രി എന്നോ പകലെന്നോ ഒന്നുമില്ലല്ലോ. അപ്പോൾ രാത്രിക്ക് ഞാൻ കഴിക്കുന്ന ഫുഡാണ് കേട്ടോ ഈ ഒരു കാപ്പിയും അതുപോലെ തന്നെ ബ്രെഡും. ആ കാപ്പിയിൽ ആ ബ്രെഡ് കാപ്പി ഇതേപോലെ ഉമ്മ ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കുമല്ലോ, കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ ഇതേപോലെ കാപ്പിയും ബ്രെഡും അല്ലെങ്കിൽ ബന്ന് കേട്ടോ, അത് ഇതേപോലെ മുക്കിങ്ങാണ്ട് കഴിക്കണ ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു കോംബോ എന്ന് പറയുന്നത്. അത് പാൽച്ചായയിൽ മുക്കി കഴിക്കണതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ കട്ടൻ അല്ലെങ്കിൽ കട്ടൻ കാപ്പി, ഇത് രണ്ടും. അപ്പോൾ എന്തായാലും ദോശ ഞാൻ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ വെള്ളമൊക്കെ ഇവിടെ ചൂടായി വന്നപ്പോൾ അതിലേക്കുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ കടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ദോശൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് മക്കൾ ദോശ കഴിക്കുമോ എന്നുള്ളത് പേടിച്ചിട്ട് ഞാനൊരു 3 ദോശ ആദ്യം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരിതേപോലെ കുറേ ദിവസമായിട്ട് കഴിക്കല്ലേ. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദോശയ്ക്ക് അവർക്ക് കറികളേക്കായി ഒക്കെ ഇഷ്ടം ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അത് അരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതാണ്. അത് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ കുറേ ദിവസം കൂടി കഴിക്കണോണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചമ്മന്തി. അത് കാരണം ഇന്ന് മക്കൾ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്ക് ചോറ് എന്ന് പറയുമ്പോൾ ചോറ്, ദോശ എന്ന് പറയുമ്പോൾ ദോശ, അത് എഴുതിയിട്ട് ഒരാൾക്ക് ദോശ ഒരാൾക്ക് ചോറ് എന്ന് എഴുതിയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഒന്നുണ്ടാക്കും, അത് ആർക്ക് വേണമെങ്കിലും കഴിക്കുക, അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതാ ദോശ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 ദോശ ചുട്ട് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കഴിക്കുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്.
ഇനിയിപ്പോൾ ദാ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടുള്ളത് വാട്ടാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അത് തണിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് നോക്കാൻ വിചാരിച്ചു. അതവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ തണിയട്ടെ. അപ്പോഴേക്കും ഇതാ കുറച്ച് പയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പയർ കട്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. ഇനി ഇത് തലേദിവസം ചെയ്ത് വെക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ, സ്കൂളിലേക്ക് കൊണ്ടുപോകൊന്നും വേണ്ട, അപ്പോൾ അതാണ്ടാണ് കേട്ടോ അങ്ങനെ ആക്കം പോലെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ തലേ ദിവസത്തെ പഴങ്കഞ്ഞി വെള്ളം ഉണ്ടാവുമല്ലോ, അത് കൊണ്ടുവന്നിട്ട് അവിടെ ഞാൻ 2 കറിവേപ്പ് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് കൊണ്ടുവന്ന് പാർന്ന് കൊടുക്കുകയാണ്. അതിന് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ പഴങ്കഞ്ഞി വെള്ളം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് പാർന്ന് തിരിച്ചിതാ വീണ്ടും അടുക്കളയിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാഷാഅല്ലാഹ് നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അതങ്ങനെ പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ. കറിവേപ്പൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. കാരണം പലരും പറയുന്നേക്കാം കറിവേപ്പ് കാശ് കൊടുത്ത് വാങ്ങിക്കാറാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളടത്ത് കറിവേപ്പ് പിടിച്ചിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇനിയിപ്പോൾ പയർ ഞാൻ കഴുകി മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാങ്ങി ഇപ്പുറത്തോട്ട് വെക്കാം. ആ ഒരു അടുപ്പിലോട്ട് നമുക്ക് എന്ത് ചെയ്യുക, പയർ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പയറിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സാധാരണ ഞാൻ പച്ചമുളക് ഇട്ട് വേവിച്ച് പിന്നെ തൂമിച്ചെടുക്കാറാണ്. അങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ പയർ ഉപ്പേരി വെക്കാറ്. പിന്നെ ഞാൻ ഫോണിൽ ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടുങ്ങാണ്ട് പയർ തൂമിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ ദോശയും ചമ്മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചോറ് അതിനിടയിൽ ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പയർ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതാ പയറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടുങ്ങാണ്ട് തൂമിച്ചെടുത്തിട്ട് ആ ഒരു പയറിൻ്റെ മുകളിലോട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നിർബന്ധമല്ല കേട്ടോ, ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മുളകും പൊടി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നും ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു മണം മാറുന്നത് വരെ കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഇവ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പയറുപ്പേരിയൊക്കെ വെന്ത് അവിടെ സെറ്റാക്കി വാങ്ങി വെച്ചപ്പോൾ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. ഇനി അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. കിച്ചണിൻ്റെ പാത്രം കഴുകൽ അങ്ങനത്തെ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നേരെ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ്. അടിച്ചു വരൽ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനി അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ പണികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവാൻ്റെ ഡാൻസിൻ്റെ ടൈം ആകുമ്പോഴേക്കും പോകും വേണം. അപ്പോഴേക്കും ബാക്കിയുള്ള പണികളൊക്കെ തീർക്കും വേണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കറിയൊന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ എന്നാൽ സാമ്പാറാക്കാൻ വിചാരിച്ചിട്ടോ. എന്നാൽ സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല. എനിക്ക് ഈ സാമ്പാറില്ലേ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കുന്ന സാമ്പാറിനേക്കായും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടൂലേ എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ടുങ്ങാണ്ടുള്ള സാമ്പാർ വെള്ളം, അതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ണങ്ങൾ മുരിങ്ങാക്കായും വെണ്ടയ്ക്കയും വഴുതനങ്ങയും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇട്ട് വെക്കുന്ന സാമ്പാറിനേക്കായും ഒന്നുകൂടെ ടേസ്റ്റ് ഇതുപോലെ കഷ്ണം കുറവുള്ള സാമ്പാറാണ് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇതിലിപ്പോൾ ഞാൻ ആകെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പരിപ്പും കിഴങ്ങും അതുപോലെ ബീട്രൂട്ടും ഉണ്ടായിരുന്നു കയ്യിൽ, അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എന്ത് ടേസ്റ്റാണെന്ന് അറിയോ. അതുപോലെ പുളി ഒഴിച്ച സാമ്പാറിനേക്കായും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് പുളി ഒഴിക്കാണ്ട് തക്കാളി ഇട്ട് വെച്ചിട്ടുള്ള സാമ്പാർ. ഇന്ന് ഞാൻ പുളി ഒഴിക്കാണ്ട് തക്കാളി ഇട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ അതിലേക്കുള്ള ബീട്രൂട്ടും കട്ടാക്കി ഇട്ട് കൊടുത്തു, സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ തലയിൽ എന്താ ഒരു മുഴാന്ന് വിചാരിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ഇത്രത്തോളം പൊങ്ങി നിൽക്കുന്നത് ഞാനും ശ്രദ്ധിച്ചത്. മുടി ഞാൻ ഒക്കെ കൂടെ നമ്മൾ മേൾക്ക് പിടിച്ചിങ്ങാണ്ട് കെട്ടൂലേ, ആ ഒരു രൂപത്തിൽ കെട്ടിയതാണ് കേട്ടോ. പക്ഷെ അത് ആ ഒരു തട്ടത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു രൂപത്തിലാണ് നിൽക്കണമെന്നുള്ളത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ അത് എഡിറ്റിങ്ങിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് മുടിയാണ് കേട്ടോ, മുഴയൊന്നും ഒന്നും വിചാരിക്കരുത്. ആരും ചിരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് തന്നെ ചിരി തന്നെയുണ്ട്, പിന്നെ നിങ്ങൾ ചിരിക്കാണ്ടിരിക്കും. അങ്ങനെ എൻ്റെ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പാർ അവിടെ കടന്നുങ്ങാണ്ട് വേവുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ പിന്നെ അപ്പുറത്ത് കുറച്ച് പാത്രം ഉണ്ടാകുന്ന അതും കൂടി എടുത്തു കൊടുങ്ങാണ്ട് അതും ചടപടേന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ.
ഇനി നമുക്ക് ഉള്ള പണി അടിച്ചു വാരലും കാര്യങ്ങളാണ്. ഇന്ന് തുടക്കാൻ നിൽക്കുന്നില്ല, അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അലക്കാനൊക്കെ നിൽക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴേക്കും ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉമ്മ ആദ്യം സ്കൂളിലേക്ക് പരിപാടിക്ക് വരാൻ പറ്റുമോ നോക്കട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഈ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഉമ്മ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണി അല്ല, ഒരു 10:45 ആ ഒരു ടൈമിലാണ് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ എവിടെയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വീട്ടിലാണ്. അപ്പോൾ ഉമ്മ അവിടെ സ്കൂളിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഒരോട്ടമായിരുന്നു. എങ്ങനെയാണോ ഞാൻ മാറ്റിയത് എന്നൊന്നും എനിക്കറിയൂല അറിഞ്ഞില്ലേ. അങ്ങനെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇവാൻ്റെ LKGയിലുള്ള ഫസ്റ്റ് പ്രോഗ്രാം ആദ്യമായിട്ട് ഓൾ സ്റ്റേജിൽ കയറുന്ന പരിപാടി ഇതേപോലെ ഞാൻ ചെന്നപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു സങ്കടം ഇന്നും മാറിയിട്ടില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അത് കാരണം ഇന്നും ഇനി അതുപോലെ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം അടിച്ചു വാരിങ്ങാണ്ട് അലക്കാനോ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം മാറ്റിങ്ങാണ്ട് അങ്ങനെ പോയിക്കുമായിരുന്നു. അപ്പോൾ ആരുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അയാനക്കുട്ടീൻ്റെ ഒരു മെയിൻ പരിപാടിയാണ് കേട്ടോ. കണ്ടില്ലേ, ആദ്യം ഞാൻ നോക്കുമ്പോൾ ആ ഒരു 2 സ്റ്റെപ്പുമേ നിന്നിരുന്നത്. പിന്നെ അതാ നേരെ കയറി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഒന്ന് കൊടുത്തുങ്ങാണ്ട് അവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം പോയിങ്ങാണ്ട് മാറ്റി റെഡിയാക്കി. ഏതായാലും മറ്റേതല്ലേ, കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ട് അത് ഇടുമ്പോൾ ആദ്യമൊന്നും എനിക്കതിടുമ്പോൾ എന്തോ പോലെയായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്ന പോലെയൊക്കെ ഉണ്ട് എന്ന് അറിയില്ലേ. അത് യൂസ് ചെയ്യാത്തവരും ഉണ്ടാകും. ഞാനും യൂസ് ചെയ്യുകയൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ന്യൂഡ് ഷെയ്ഡ് ഇട്ടിക്കണമെന്ന് അങ്ങനെ അറിയാത്ത അങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറ്റി നടന്നു പോകുകയാണ് കേട്ടോ. സ്കൂളിലേക്കല്ല നടന്നു പോകുന്നത്, ഇവാൻ്റെ കൂടെ പോകുന്നൊരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ്റെ ഉമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ വീടിൻ്റെ അവിടേക്ക് പോവുകയാണ്. അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ എത്തി. അവിടുന്ന് അവരെയും കൂട്ടിങ്ങാണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവ എവിടെ പഠിക്കണമെന്നുള്ളത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവ നമ്മളുടെ തൊട്ടടുത്തുള്ള കൊമ്പെന്ന് പറഞ്ഞിട്ട്, നമ്മളുടെ പ്ലേസ് കൊടക്കാടാണ്. കൊമ്പത്ത് മൗലാന ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കേട്ടോ ഇവ പഠിക്കുന്നത്. അപ്പോൾ ദാ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയി അയാനക്കുട്ടിനെ അവിടെ ഏൽപ്പിച്ച്, പിന്നെ ദാ ഇവ ക്ലാസ്സിലായിരുന്നു, ഇവാൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അവർക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ടീച്ചറിനായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ ഇവാൻ്റെ മിസ്സിനായിട്ട്. അത് ഇവാനെ ചേർത്തേ മുതൽക്കും കമ്പനി ആയതാണ്. LKG UKG ഇവാക്ക് ഈ ഒരു മിസ് തന്നെയായിരുന്നു, ഹഫീന മിസ് എന്നാട്ടോ പേര്. അപ്പോൾ അങ്ങനെ കമ്പനി ആയതാണ് കേട്ടോ ടീച്ചറിനോട്. അപ്പോൾ ടീച്ചർ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൂടാന്ന് പറഞ്ഞിട്ട്, അത് കഴിഞ്ഞ വർഷവും ഞാനിങ്ങനെ ഇതേപോലെ മാറ്റിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർ പണി എന്ന് പറയുന്നത് വല്ലാത്തൊരു പണിയാണ് കേട്ടോ. ഇന്നേം കൊണ്ടൊന്നും നടക്കൂല കേട്ടോ, സത്യം ഞാൻ പറയാലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അതിനപ്പുറം ഭൂമിയോളം താഴാനൊക്കെ ക്ഷമ വേണമെന്ന് അറിയില്ലേ, ആ ഒരു ക്ഷമ ഇല്ലോൽക്ക് ഈ പണി നടക്കുള്ളൂ. എനിക്കാണെങ്കിൽ ആകെ എല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ് കേട്ടോ. ഇന്നേം കൊണ്ട് കഴിയൂല. കാരണം ഇപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഡാൻസും ഒപ്പനയും അതുപോലെ തന്നെ വട്ടപ്പാട്ട്, ബോയ്സിന് വട്ടപ്പാട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു ടീച്ചർ മാത്രമാണ് ഡ്രസ്സിങ്ങും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് എക്സ്ട്രാ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇവർ ടീച്ചേഴ്സ് തന്നെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ടീച്ചറിനൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കറക്റ്റ് ടൈമിൽ സ്റ്റേജിലേക്ക് എത്തണം. ഒന്നിനെ ഇങ്ങോട്ട് വിളിച്ചുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണ ഈ LKG UKG പ്രായം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, ഒന്നിനെ ഇങ്ങോട്ട് വിളിച്ചുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണ ആ ഒരു പ്രായമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും കൂടെ കുട്ടികളുടെ മുടി ചീകാനും കെട്ടിക്കൊടുക്കാനും മേക്കപ്പിനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊരു കുട്ടിയുടെ അടുത്ത് ഫോൺ കൊടുത്തതാണ് കേട്ടോ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ കുട്ടി വീഡിയോ എടുത്തതാണ്. എൻ്റെ ഈ ഒരു ഡ്രസ്സ്, ഞാൻ ഇട്ട ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, എന്തായാലും കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയണേ. ഇനി അവരുടെ ഡ്രസ്സ് ഇതായി ഒരു ഗ്രീൻ ഡ്രസ്സ്, അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള മാല, കമ്മൽ എന്ന് പറഞ്ഞ പോലെ എല്ലാതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ കുട്ടി വീഡിയോ എടുത്തത് എല്ലാതും ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ എന്തായാലും എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്ലിപ്പ് അങ്ങനെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവരെ മാറ്റിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവ തെല്ലതട്ടോ ഉടുപ്പോട് മിന്നി നിൽക്കണുണ്ടോ. ഇവക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ ഡാൻസ് നിങ്ങൾക്ക് കണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിൽ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പാട്ട് ഇതിൽ മ്യൂട്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഡാൻസ് കണ്ടോളൂ, ഞാൻ അവിടെ ചെറിയൊരു മ്യൂസിക് എന്തെങ്കിലും കൊടുക്കുക.
എന്തായാലും മാഷാഅല്ലാഹ് നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവാൻ്റെ ബാഗ് അയാനെ കുട്ടി എടുത്ത് ഇട്ടുകാണ്ട് ഓള് നടന്ന് വരുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവാൾക്ക് ഞാൻ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് ഇതാ പപ്പടം പൊരിച്ചു, കൊണ്ടാട്ടമുളകും സാമ്പാറും അതുപോലെ തന്നെ എന്താ പറയുക പയറുപ്പേരി. അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. സാമ്പാറും പപ്പടവും കൊണ്ടാട്ടമുളകും ഈ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടുമല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ച് നല്ലോണം ഒന്ന് ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ വെയിലത്ത് വന്നിട്ട് നല്ല പോലെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എണീച്ച് മക്കൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് വഴണ്ടതായ അങ്ങനെയുള്ള ആവശ്യമില്ല. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടാണെന്ന് അങ്ങനെ കഴിക്കുമ്പോഴേ തോന്നുള്ളൂ എന്നറിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിക്കി പൊരിച്ച പോലെയൊക്കെ തോന്നും കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയാണ് പൊടികൾ ആയിട്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല ഉണ്ടല്ലോ അതും, അതുപോലെ ഗരം മസാല അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ന്യൂഡിൽസിൻ്റെ ഒപ്പം വരുന്ന ആ ഒരു പാക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാലയും ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മാഗി ക്യൂബിൻ്റെ ചെറിയൊരു കഷ്ണം കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നില്ല, അപ്പോൾ ഒരു മൂല മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസും. ആദ്യം ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോയാ സോസിലും മാഗി ക്യൂബിലും ഉപ്പുണ്ടാവും, അതനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഉപ്പ് കഴിച്ചു പോകും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ പറയുക ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചിക്കൻ ഫ്രൈ ആക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കി ചിക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക, ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെക്കുക, അപ്പോൾ ഇതിലും ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ അതാ ബ്രെഡും കൂടെ ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ മല്ലിയിലയാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടും ടേസ്റ്റ് കൂടും കേട്ടോ. മല്ലിയില ചെറുതാക്കി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മൾ എന്താ പറയുക ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കില്ലേ ഈ മധുരമുള്ള സ്നാക്സിനേക്കായും, മധുരമുള്ളത് ഞാൻ കഴിക്കൂല എന്നല്ല കേട്ടോ, പക്ഷെ അതിനേക്കായും ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ഇതുപോലെ എരിവുള്ള സ്നാക്സിനോടാണ് കേട്ടോ. അതേ ഇനി മധുരം കഴിക്കുമ്പോൾ നിങ്ങളെല്ലാം എരിവുള്ളത് ഇഷ്ടമെന്ന് പറഞ്ഞു എന്ന് പറയരുത്, ഞാൻ രണ്ടും കഴിക്കും, പക്ഷെ ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കുന്നത് എരിവുള്ള സ്നാക്സിനോടാണ് കേട്ടോ. എനിക്കെപ്പോഴും ഇങ്ങനത്തെ സ്നാക്സൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം, ഈ സമൂസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇവാനെ ആയാനെക്കുട്ടിനെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, എണീക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതിൽ തക്കാളി വേണ്ടവർക്ക് തക്കാളി ഇടാം കേട്ടോ. ഞാൻ തക്കാളി കടിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല. ശരിക്കൊരു ചിക്കന് നേരെ കാണുമ്പോൾ നമുക്കൊരു ചിക്കൻ ഫ്രൈ ആക്കിയത് കിടക്കുകയാണെന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ചായ കുടിക്കട്ടെ. അവരെന്തായാലും ഒരാളൊരു സോഫയിലും കിടക്കുന്നുണ്ട്. ഓൾക്ക് എപ്പോഴാണ് ടൈം ആവണമെച്ചെങ്കിൽ അപ്പോൾ വന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ വിളിക്കണീൻ്റെ ഒരു പരിധിയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ പിന്നെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.